ടീച്ചിങ് എന്ന് പറഞ്ഞാൽ കുട്ടിയാവുമ്പോൾ മുതലേ എനിക്ക് ടീച്ചറാവാനാണ് ഇഷ്ടം. എന്തുകൊണ്ടാന്ന് വെച്ചാൽ ചെറുതാവുന്ന മുതലേ ഭയങ്കര ഇഷ്ടമായിരുന്നു ടീച്ചറാവണം. ഇങ്ങനെ ഒരു ജീവിതം എന്ന് പറയുന്നത് ഒരു സീറോയിലാണല്ലോ നിൽക്കുന്നതെന്നായിരുന്നു എനിക്ക് എപ്പോഴും ചിന്തിക്കുക. കാരണം ഈ ഒരു ഏജ് എത്തിയിട്ടും നമ്മൾ എവിടെ എത്തുന്നില്ല എന്നുള്ള ഒരു ഇത് ഉള്ളിലുണ്ടായിരുന്നു. ഇത് കഴിഞ്ഞിട്ട് ഇനി ഒരു PSC എഴുതേയില്ല, ഇതോടുകൂടി അവസാനിപ്പിച്ചു എന്നുള്ളൊരു ലക്ഷ്യം ഉണ്ടായിരുന്നു മനസ്സിൽ. കുറേ കരയും പഠിക്കാൻ കഴിയാഞ്ഞാൽ ടെൻഷൻ വെച്ചിട്ട് പഠിക്കാൻ പറ്റുന്നില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് എക്സാം ഇങ്ങനെ ഡേറ്റ് എടുക്കുമ്പോൾ ഒക്കെ ഭയങ്കര ടെൻഷനായിരുന്നു. പലരും ചോദിക്കുമായിരുന്നു പോകുന്നില്ലേ, സ്കൂളിൽ പോകുന്നില്ലേ. മറുപടി പറയുമ്പോൾ ഭയങ്കര സങ്കടമായിരുന്നു, ഇല്ല. കാരണം ഇത്രയും ഏജ് ആയിട്ട് ഇനിയും പഠിക്കുകയാണോ എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡാണ് എല്ലാവരും മുഖത്തും ഉണ്ടാകും. എൻ്റെ ഹസ്ബൻഡ് എന്നെ നല്ല സപ്പോർട്ട് ചെയ്തിരുന്നു. ആരൊക്കെ എക്സാമിന് ക്രിട്ടിസൈസ് ചെയ്യുമ്പോഴും എന്നോട് പറയും അവരൊക്കെ പറഞ്ഞോട്ടെ, നീ ഒരു ജോലി ഞങ്ങൾക്ക് എന്തായാലും ഒരു ആവശ്യമായിരുന്നു. നമുക്ക് ആ ഒരു ജോലി കിട്ടണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് കിട്ടിയിരിക്കും. നമ്മുടെ കൂടെയുള്ളത് HSST ഹിസ്റ്ററിയിൽ 22ാം റാങ്ക് നേടിയിട്ടുള്ള സവിത ടീച്ചറാണ്. ടീച്ചർ ആദ്യം തന്നെ കൺഗ്രാറ്റ്സ്. താങ്ക് യു. ടീച്ചറുടെ ആദ്യത്തെ അറ്റംപ്റ്റ് ആണ് HSST ഹിസ്റ്ററി. പറയാൻ ഒരുപാടുണ്ടാവും. കുറേ PSC എഴുതിയിട്ടുണ്ട്. പക്ഷേ നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ട് എഴുതിയത് ഈ ഒരു എക്സാമാണ്. ഇതിന് മുന്നേ UPക്ക് കുറച്ച് നോക്കിയിരുന്നു. ആ സമയത്ത് കോവിഡ് ആയിരുന്നല്ലോ. അപ്പം കുറേ ലോക്ക്ഡൗൺ ഒക്കെ ആയിട്ട് ക്ലാസ്സുകളൊന്നും കിട്ടാതെ സ്വയം വീട്ടിലിരുന്ന് പഠിച്ച്. പക്ഷേ എക്സാം എഴുതി കഴിഞ്ഞ് ആൻസർ കീ വന്നപ്പോഴേക്കും ഭയങ്കര ഡൗൺ ആയിപ്പോയി, കിട്ടില്ല എന്നുള്ള ഒരു ഇത് കണ്ടപ്പോൾ. പക്ഷേ ഇനി അടുത്തത് ഒരു എയിം എന്ന് പറയുന്നത് HSST ജൂനിയർ ഉണ്ട് എന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. അപ്പം ആ സമയത്ത് കോവിഡ് കഴിഞ്ഞ് പിന്നെ സ്കൂളിലൊന്നും പോവില്ല എന്ന് തന്നെ തീരുമാനിച്ചു. കാരണം ലാസ്റ്റ് നമ്മളെ ഏജ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ലാസ്റ്റ് ഒരു അറ്റംപ്റ്റ് ഇതിൽ നേടിയെടുക്കണം. ഇത് കഴിഞ്ഞിട്ട് ഇനി ഒരു PSC എഴുതേയില്ല, ഇതോടുകൂടി അവസാനിപ്പിച്ചു എന്നുള്ളൊരു ലക്ഷ്യം ഉണ്ടായിരുന്നു മനസ്സിൽ. അങ്ങനെയാണ് ഇതിലേക്ക് എത്തുന്നത്. അത് എന്തോ ഭാഗ്യവശാൽ കിട്ടുകയും ചെയ്തു. ഒരു വാശി മുന്നേ എഴുതിയിരുന്ന എക്സാമിൽ, അതായത് പ്രിപ്പയർ ചെയ്ത് എഴുതിയത് ഇതാണെന്ന് പറഞ്ഞു. മുന്നേ എഴുതിയിരുന്നതിൽ റാങ്ക് ലിസ്റ്റിൽ ഉണ്ടായിരുന്നു? റാങ്ക് ലിസ്റ്റ് ഞാൻ ആദ്യം ഒരു LGSലാണ് വന്നത്. അത് മെയിൻ ലിസ്റ്റ് ആയിരുന്നു. പക്ഷെ അത് കുറച്ച് ബാക്കൗട്ട് ആയതുകൊണ്ട് പോയി. പിന്നെ ഒരു വനിതാ പോലീസ് ഉണ്ടായിരുന്നു. അത് പിന്നെ ഫിസിക്കൽ കിട്ടില്ല എന്ന് വെച്ചിട്ട് ഞാൻ ഫിസിക്കലിനെ പോയില്ല, ഫിസിക്കൽ ടെസ്റ്റ് പോയില്ല. പിന്നെ ഒരു ബീറ്റ് ഫോറസ്റ്റ് ഉണ്ടായിരുന്നു, അതും മെയിൻ ലിസ്റ്റ് ആയിരുന്നു. അത് പക്ഷേ ഡെലിവറി കഴിഞ്ഞ് ഒരാഴ്ച ആയപ്പോഴാണ്, അപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. പിന്നെ പഠിച്ചെഴുതുന്നത് UPയും HSST ആണ്. മിസ് പറഞ്ഞു വാശിയായിരുന്നു, പിന്നെ വല്ലാത്തൊരു ലക്ഷ്യമായിരുന്നു ഇതന്നെ എഴുതണം എന്നുള്ളത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ള ആ ഒരു കോച്ചിങ്ങിനൊക്കെ വേണ്ടിയിട്ട് എയ്സിലേക്ക് എങ്ങനെയാണ് എത്തിപ്പെട്ടത്? എയ്സിലേക്ക് എത്തിയത് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. ഞങ്ങൾ കമ്പൈൻ സ്റ്റഡി ആയിരുന്നു. ഗാഥ, അവളാണ് ശരിക്കും പറയുകയാണെങ്കിൽ എനിക്ക് അവളെ പറയാനുണ്ടാവുക. അവൾ മുഖേനയാണ് ഞാൻ എയ്സിൽ എത്തിയത്. ഞങ്ങൾ ഒന്നിച്ചിരുന്ന് രാവിലെ തൊട്ട് വൈകുന്നേരം ഒരു 3:30 വരെ ഞങ്ങൾ ഒന്നിച്ചിരുന്ന് പഠിക്കും. എയ്സിൽ നിന്ന് കിട്ടുന്ന മെറ്റീരിയൽ മൊത്തം കവർ ചെയ്യും. പിന്നെ മോഡൽ എക്സാം നടത്തുന്നത് ആ എക്സാം കഴിഞ്ഞ് പിറ്റേ ദിവസം തന്നെ ആ ക്വസ്റ്റ്യൻ പേപ്പർ മൊത്തം ഇരുന്ന് ഫുൾ പോയിൻറ്റ്സ് ഞങ്ങൾ പിറ്റേന്നിരുന്ന് പഠിക്കും. അങ്ങനെ ഓരോ എക്സാമാണ് നമ്മളെ എത്തിച്ചതെന്ന് പറയാം. കാരണം എക്സാം എഴുതുമ്പോഴാണ് നമുക്ക് എവിടെ അറിയാത്തത് എന്നുള്ളൊരു ഏരിയ ഒക്കെ മനസ്സിലാവുന്നത്. അങ്ങനെ എക്സാം OMR ടെസ്റ്റ് ആണല്ലോ. ഓക്കെ, അപ്പോൾ അത് ആദ്യം എഴുതുമ്പോഴും പിന്നെ ഇമ്പ്രൂവ് ആവുന്നത് നമുക്ക് അറിയാൻ കഴിയും. അപ്പോൾ അത് എങ്ങനെയാണ് പിന്നീട് അത് കവർ ചെയ്ത് കൊണ്ടുവന്നത് മാർക്ക് കൂടാൻ വേണ്ടിയിട്ട്? ഞങ്ങൾ എയ്സിൽ വരുന്നതിൻ്റെ മുന്നേ NBT എക്സാം ഉണ്ടായിരുന്നു, HST ജൂനിയർ വിളിക്കുന്നതിന് മുന്നേ. അതിൽ നിന്ന് ജസ്റ്റ് ഒരു സ്റ്റാർട്ടിംഗ് എന്ന് പറയാം. അപ്പോൾ അതിൽ നിന്ന് കിട്ടിയ കുറച്ച് മെറ്റീരിയലൊക്കെ കയ്യിലുണ്ടായിരുന്നു. അത് വെച്ച് ഞങ്ങൾ തുടങ്ങി. ഞങ്ങളൊരു ജൂലൈ സമയത്ത് ഞങ്ങൾ പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. 2023 ജൂലൈ. 23 നവംബറിലാണ് നമ്മളെ എക്സാം വിളിക്കുന്നത്. നവംബറിൽ 19-നാണ് ഇവിടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അവൾ എന്നെ നിർബന്ധിച്ച് വിളിച്ചതാണ് എയ്സിലേക്ക് വന്ന് നമുക്കൊന്നിച്ച് പഠിക്കാമെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ അപ്പോൾ ആദ്യമേ കണ്ടൻറ്റ് ഞങ്ങൾ പഠിച്ച് തുടങ്ങിയിരുന്നു. ഇവിടെ എത്തിയപ്പം കുറച്ചുകൂടി നന്നായി പഠിക്കാനും പിന്നെ ഇവിടുന്ന് നടത്തുന്ന ടോപ്പിക് എക്സാമും ഒക്കെ ഭയങ്കര ഇൻഫ്ലുവൻസ് ആയിരുന്നു. ഓരോ ടോപ്പിക്കും നടത്തുമ്പോൾ അത് ഫുൾ കവർ ചെയ്യുന്ന ഭയങ്കര നല്ല ഒരു കാര്യമായിരുന്നു എക്സാം നടത്തുന്നതെന്ന് പറയുന്നത്. മുന്നേ അതായത് കോച്ചിങ് ഇല്ലാതെയാണ് അറ്റൻഡ് ചെയ്തിരുന്നത്. അപ്പോൾ അന്ന് അറ്റൻഡ് ചെയ്തിരുന്ന എക്സാംസിൽ നിന്ന് മാറി പിന്നെ കോച്ചിങ് ഒക്കെ കിട്ടിയതിന് ശേഷം
PSC എഴുതുന്നത്? ആ ഒരു മാറ്റം എങ്ങനെയായിരുന്നു? കോച്ചിങ് കിട്ടുകയെന്ന് പറയുമ്പോൾ നമുക്ക് മെയിനായിട്ട് എക്സാം അറ്റൻഡ് ചെയ്യാന്നുള്ളതാണല്ലോ അതിലുള്ളത്. അപ്പോൾ കോച്ചിങ്ങിന് പോവാതെ വീട്ടിലിരുന്ന് പഠിക്കുമ്പോൾ അതെന്തായാലും നമുക്ക് നടക്കില്ല. പിന്നെ ക്ലാസ്സിൽ വന്നിരുന്ന് പഠിക്കുക എന്ന് പറയുമ്പോൾ ഭയങ്കര ഡിഫറെൻ്റ് ആണ്. എന്തായാലും ഒരു കോമ്പറ്റീറ്റീവ് സ്പിരിറ്റ് നമുക്ക് ഉണ്ടാവും. ക്ലാസ്സിൽ നമുക്ക് ഫസ്റ്റ് വാങ്ങണം, ഫസ്റ്റ് കിട്ടണം എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടാവും മനസ്സിൽ. ഓരോരോ റാങ്കും പിന്നോട്ടാകുമ്പം ഭയങ്കര ടെൻഷനായിരുന്നു. മുന്നിൽ നിന്ന് പിന്നോട്ട് പോവുകയാണ്, ബാക്കിയുള്ളവർ പഠിക്കുന്നുണ്ട് എന്നുള്ളത് ഭയങ്കര ടെൻഷനായിരുന്നു. അതുകൊണ്ട് ഓരോ സമയവും രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പഠിച്ചാലും പിന്നെ രാത്രി വീട്ടിലെത്തി എല്ലാ വർക്കും കഴിഞ്ഞ് കുട്ടികളെല്ലാം ഉറങ്ങിക്കഴിഞ്ഞാൽ വീണ്ടും ഇരുന്ന് പഠിക്കും. ഒരു 10 വരെ 11 ആവും അവരെ ഉറങ്ങാൻ. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഇരിക്കും. അവരെ ഉറങ്ങിയിട്ട് പകുതി ലൈറ്റ് ഓഫ് ചെയ്ത് മറ്റു സ്ഥലത്തെ ലൈറ്റിൻ്റെ വെളിച്ചത്തിലിരുന്നാൽ പഠിക്കുക. കാരണം ലൈറ്റ് ഇട്ടിച്ച് ഇവർ ഉറങ്ങില്ല. അപ്പോൾ അതുകൊണ്ട് ഇവരെ ഉറങ്ങാൻ വേണ്ടി ഒരു ലൈറ്റ് ഓഫ് ചെയ്തിട്ട് പുറമേയുള്ള വേറൊരു ലൈറ്റിൻ്റെ വെളിച്ചത്തിൽ അവിടേക്ക് ഇങ്ങനെ വെച്ചിരുന്ന് പഠിക്കും. ഇല്ലെങ്കിൽ അവരെ ഉറങ്ങില്ല, ഞാൻ കാരണം അവരെ ഉറക്കും പോവും. അപ്പോൾ ഞാൻ ഉറങ്ങിയിട്ടില്ലെങ്കിൽ ഇവർ ഉറങ്ങുകയില്ല, അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു. അപ്പോൾ ലൈറ്റ് ഓഫ് ആക്കിയാൽ ഇവർ ഉറങ്ങിക്കോളും. എന്നിട്ട് ഞാൻ ആ മറ്റേ ലൈറ്റിൻ്റെ വെളിച്ചത്തിലിരുന്ന് പഠിക്കും. കുറേ കരയും പഠിക്കാൻ കഴിയാഞ്ഞാൽ, ടെൻഷൻ വെച്ചിട്ട് പഠിക്കാൻ പറ്റുന്നില്ലല്ലോ എന്ന് പറഞ്ഞിട്ട്. എക്സാം ഇങ്ങനെ ഡേറ്റ് എടുക്കുമ്പോൾ ഒക്കെ ഭയങ്കര ടെൻഷനായിരുന്നു. സമയം ഇങ്ങനെ പോവാണ്, പഠിക്കാൻ പറ്റുന്നില്ല എന്നുള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. അപ്പം കുറച്ച് കരയും, കുറച്ച് പിന്നെ ഒരു ഇതുണ്ടാവും. നമ്മൾ ഇങ്ങനെ കഷ്ടപ്പെടുമ്പം എന്തായാലും ദൈവത്തിനൊരു ഇത് ഉണ്ടാവാതിരിക്കില്ല എന്നുള്ളതിൽ മാക്സിമം ടൈം നമ്മൾ യൂട്ടിലൈസ് ചെയ്യും. അങ്ങനെ ഇരുന്ന് പഠിക്കും. ഓക്കെ, തീർച്ചയായിട്ടും വീട്ടമ്മമാർക്ക് വലിയൊരു പ്രചോദനമാണ് ടീച്ചർ വേർഡ്സ്. നമ്മുടെ എയ്സിലെ ക്ലാസ്സുകളല്ലാതെ മിസ്സിന് സ്വന്തമായിട്ട് സ്ട്രാറ്റജി ഉണ്ടായിരുന്നോ? എയ്സിലെ ക്ലാസ്സുകളല്ലാതെ ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് ഗാഥ. അവൾ കോളേജിന് പ്രിപ്പയർ ചെയ്തിരുന്നു. അവളെ നോട്ട്സ് മൊത്തം ഉണ്ടായിരുന്നു. അപ്പോൾ ആ നോട്ട്സിൽ നിന്നാണ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അവളെ നോട്ട് മൊത്തം ഇരുന്ന് ഞങ്ങൾ ആദ്യം പഠിച്ച് തുടങ്ങിയിരുന്നു. രണ്ടുപേരോട് ഒന്നിച്ചിരുന്ന് പഠിക്കും. പിന്നെ എയ്സത്തെ മെറ്റീരിയലും മാക്സിമം ഇവിടെ നിന്നൊക്കെ കിട്ടാവുന്ന മെറ്റീരിയലുണ്ടോ അതെല്ലാം ഞങ്ങൾ കളക്ട് ചെയ്തിട്ട് പഠിക്കുകയാണ് ചെയ്യാറ്. ഈ എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ടുള്ള സബ്ജക്റ്റ് ഉണ്ടായിരിക്കും, ബുദ്ധിമുട്ടുള്ളതുണ്ടായിരിക്കും. ഈ ബുദ്ധിമുട്ടുള്ളത് എങ്ങനെയാണ് കവർ ചെയ്തിരുന്നത്? ബുദ്ധിമുട്ടുള്ള സബ്ജക്റ്റ് എല്ലാവർക്കും ബുദ്ധിമുട്ട് ഹിസ്റ്റോറിയോഗ്രഫി ആയിരുന്നു. പക്ഷെ ഞങ്ങൾക്കത് ഏറ്റവും ഈസി ഉള്ള സബ്ജക്റ്റ് ആയിരുന്നു. കാരണം ഞങ്ങൾക്ക് നല്ലൊരു നോട്ട് ഉണ്ടായിരുന്നു അതിനെ പറ്റിയിട്ടുള്ള. അപ്പം അതിന് മാക്സിമം ഞങ്ങൾ ടൈം കുറച്ചെടുക്കുക ചെയ്യുക. പിന്നെ അറിയാത്തൊരു ഏരിയ എന്ന് പറയുന്നത് നമുക്ക് മിഡീവൽ ഇന്ത്യയൊക്കെയാണ് അധികം നോക്കാതിരുന്നത്. പിന്നെ ഇവിടുത്തെ നോട്ടാണ് മിഡീവൽ ഇന്ത്യക്ക് മൊത്തം, മിഡീവൽ മോഡേൺ ഒക്കെ ഇവിടുത്തെ നോട്ട് വെച്ചിട്ടാണ് ഞങ്ങൾ നോക്കിയിരുന്നത്. ഈസിന്ന് കിട്ടിയ മെറ്റീരിയൽ. മുന്നേ സ്കൂളിൽ വർക്ക് ചെയ്തിരുന്നോ? അതെ, സ്കൂളിൽ വർക്ക് ചെയ്തിരുന്നു. +2 ഹയർ സെക്കൻഡറിയിൽ ആയിരുന്നു. ആദ്യം ഹൈസ്കൂളിൽ വർക്ക് ചെയ്തിരുന്നു. പിന്നെ ഹയർ സെക്കൻഡറിയിൽ നമ്മൾ ഹിസ്റ്ററി പഠിപ്പിച്ചുകൊണ്ട് ആ ടെക്സ്റ്റ് ബുക്ക് ഏകദേശം അറിയാമെന്നുള്ള ഒരു ഇതുകൊണ്ട് അതിനെ കുറച്ച് ലാസ്റ്റിലേക്കാണ് പിന്നെ അത് നോക്കിയത്, ഹയർ സെക്കൻഡറി ലെവലുള്ളത്. പിന്നെ അത് ഡ്രോപ്പ് ചെയ്തിട്ട് പഠിക്കാൻ? പിന്നെ അത് ഇനി നമ്മൾ ക്ലാസ് പോയാൽ നമുക്ക് എന്തായാലും PSC കിട്ടൂല എന്ന് എനിക്കറിയാം. കാരണം ഒരു ജോബ് ഉണ്ടെങ്കിൽ ജോബ് കഴിഞ്ഞ് വന്നിട്ട് വീട്ടിലത്തെ വർക്കും എല്ലാം കൂടെ നമുക്ക് പഠിക്കാൻ ടൈം കിട്ടില്ല. അതുകൊണ്ട് അത് വേണ്ടാന്ന് നേരത്തെ തീരുമാനിച്ചു. പലരും ചോദിക്കുമായിരുന്നു, പോകുന്നില്ലേ, സ്കൂളിൽ പോകുന്നില്ലേ എന്ന്. മറുപടി പറയുമ്പോൾ ഭയങ്കര സങ്കടമായിരുന്നു. ഇല്ല, എന്തിനു പോകുന്നു, പഠിക്കാൻ എന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു കുറവായിരുന്നു അവരോട് പറയാൻ. കാരണം ഇത്രയും ഏജ് ആയിട്ട് ഇനിയും പഠിക്കുകയാണോ എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡാണ് എല്ലാവരും മുഖത്തും ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് ഇനിയും പഠിപ്പ് നിർത്താനായില്ലേ എന്നുള്ളൊരു ക്വസ്റ്റ്യനാണ് എല്ലാവരും എടുത്തുനിന്ന് ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര മടിയായിരുന്നു. ഇത് കിട്ടിയില്ലെങ്കിൽ ഇനി മറ്റുള്ളവരോട് എന്ത് പറയും എന്നുള്ള. അപ്പം എന്തായാലും ഇത് കിട്ടണമെന്ന് അത്രയും ഉറപ്പിച്ച് ഇതായതാണ് ഈ എക്സാം എഴുതുമ്പോൾ. എന്നിട്ട് ഇപ്പോൾ ആ ചോദ്യത്തിന് എല്ലാവർക്കും ഇപ്പം ഭയങ്കര സന്തോഷമാണ് എല്ലാവർക്കും. അങ്ങനെ അവൾ പഠിച്ച് കുറേ കഷ്ടപ്പെട്ടു, എല്ലാ ഫങ്ഷനും എല്ലാം ഒഴിവാക്കി. കാരണം സൺഡേ ആണ് നമുക്ക് ക്ലാസ് ഉണ്ടാവുക, സൺഡേ ആണ് എല്ലാ പ്രോഗ്രാമും ഉണ്ടാവുക. അപ്പോൾ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ എന്ത് പ്രോഗ്രാം ഉണ്ടാവും, ഞാൻ ഉണ്ടാവില്ല. അവളവിടെ പോയി, അവൾ ക്ലാസ്സിന് പോയി എന്ന് പറയും. അപ്പോൾ അമ്മക്കൊക്കെ ഭയങ്കര ഇതായിരുന്നു, അവൾ ഉണ്ടാവില്ല എന്ന് എങ്ങനെ പറയും. അപ്പം എനിക്ക് ക്ലാസ് ഉണ്ട്, മിസ്സാക്കിയാൽ പറ്റൂല എന്നുള്ള ഒരു ഇതുകൊണ്ട് ഇങ്ങോട്ട് വരും. അപ്പോൾ എല്ലാവരും അപ്പോൾ ഇപ്പം എല്ലാവരും പറയും അങ്ങനെ കുറേ പരിപാടികളൊക്കെ ഒഴിവാക്കിയതുകൊണ്ട് അവസാനം അവൾ കുറേ കഷ്ടപ്പെട്ടതിൻ്റെ ഇത് അവൾക്ക് കിട്ടിയെന്ന് പറയും. അതെ, അത് കേൾക്കുമ്പോൾ ഒരു സന്തോഷമാണ്. മുന്നേ പറഞ്ഞു കരഞ്ഞിട്ടുണ്ട് എക്സാമിന് പഠിക്കാൻ പറ്റാതെ. ഒരുപാട് ദിവസങ്ങളോളം കരയായിരുന്നു. പഠിക്കാൻ പറ്റാത്തൊരു ഒരു ദിവസം പഠിക്കാൻ പറ്റിയില്ലെന്ന് പേടിയായിരുന്നു. പഠിക്കാൻ പറ്റിയില്ലെങ്കിൽ ഭയങ്കര ടെൻഷനായിരുന്നു. ആ ദിവസം അയ്യോ ഇന്നലെ ഒന്നും പഠിച്ചില്ലല്ലോ, പഠിക്കാൻ പറ്റിയില്ലല്ലോ, എന്താ ചെയ്യുക എന്നുള്ളൊരു ടെൻഷനായിരുന്നു.
അപ്പം രാത്രി അയ്യോ എന്തൊരു അവസ്ഥയാണ്, ഇങ്ങനെ ഇത്രയും വയസ്സായിട്ടും ജോലി കിട്ടാതെ ഇങ്ങനെ ഒരു ജീവിതം എന്ന് പറയുന്ന ഒരു സീറോയിലാണല്ലോ നിൽക്കുന്നതെന്നായിരുന്നു എനിക്ക് എപ്പോഴും ചിന്തിക്കുക. കാരണം ഈ ഒരു ഏജ് എത്തിയിട്ടും നമ്മൾ എവിടെ എത്തുന്നില്ല എന്നുള്ള ഒരു ഇത് ഉള്ളിലുണ്ടായിരുന്നു. അതൊക്കെയാണ് ഇതിലേക്ക്. പിന്നെ എവിടെയാണെങ്കിലും നമുക്കൊരു ക്രിറ്റിസിസം ആണല്ലോ നമ്മൾ മുന്നോട്ട്, മറ്റുള്ളവർ ക്രിട്ടിസൈസ് ചെയ്യുമ്പോഴാണ് നമുക്ക് അത് അച്ചീവ് ചെയ്യാനുള്ള ഒരു മൈൻഡ് സെറ്റ് ഉണ്ടാവുക. ഇപ്പോഴും ഇതുപോലെ ഇരിക്കുന്ന വീട്ടമ്മമാരുണ്ട്, അതായത് പഠിക്കാൻ കഴിയാതെ അതിനുള്ള സിറ്റുവേഷൻസ് ഇല്ലാതെ ഇരിക്കുന്നവരുണ്ട്. അപ്പോൾ അവരുടെ അടുത്തൊക്കെ മിസ്സിന്റെ അനുഭവത്തിൽ നിന്ന് എന്താണ്? അതെ, അവരോട് പറയാനുള്ളതും ആരൊക്കെ പറഞ്ഞാലും ജോലി കിട്ടുന്നില്ല, നമ്മൾ ഒരു പ്രൈവറ്റ് ഇതിൽ പോവുകയാണെങ്കിൽ നമുക്ക് ആ സമയത്തുള്ളൊരു ഏർണിംഗ് മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് ഫ്യൂച്ചറാണല്ലോ നമ്മൾ നോക്കേണ്ടത്. ഒരു ടെമ്പററി ആയിട്ടുള്ളൊരു കാര്യത്തിന് വേണ്ടിയിട്ട് നല്ലൊരു വരുമാനം ഒഴിവാക്കുന്നതെന്ന് പറയുന്നത് നഷ്ടമാണല്ലോ. അതുകൊണ്ട് അവരോട് പറയാനുള്ളത്, നമ്മൾ ആര് ക്രിട്ടിസൈസ് ചെയ്താലും നമ്മൾ എന്താണോ എടുത്ത തീരുമാനം അതിൽ ഉറച്ചു നിൽക്കുക. എന്നിട്ട് നമ്മൾ ആ തീരുമാനത്തിൽ നിന്ന് മാറാതെ നമുക്ക് ഒരു ജോലി കിട്ടണം എന്നുള്ളൊരു ലക്ഷ്യം അവിടെ ഉള്ളിലുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും നമുക്ക് ജോലി ഉറപ്പാണ്. മിസ് എങ്ങനെയാണ് PSCയിലേക്ക് വരുന്നത്? PSCയിലേക്ക് വരുന്നത് ഫസ്റ്റ് ടൈം വരുന്നത് അത് ഇയേഴ്സ് ബാക്കാണ്. എന്തായാലും കുറേ വർഷങ്ങളുണ്ട്. അപ്പോൾ അച്ഛനാണ് പറയുന്നത്, നീ വീട്ടിലിങ്ങനെ ഇരിക്കല്ലേ, മക്കളെ നോക്കിയിട്ട് ഇത്രയും പഠിച്ചല്ലേ, BEd ഉണ്ട്, PG ഉണ്ട്, ഇതൊക്കെ ഉണ്ടായിട്ടും വീട്ടിലിരിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇതാണ്. അപ്പം മോനെ അവിടെ വെച്ച് ക്ലാസ്സിന് പോകും, PSCൻ്റെ ഒരു ക്ലാസ് തുടങ്ങിയിട്ടുണ്ട്, അവിടെ പോയി ജോയിൻ ചെയ്യുമെന്ന് പറഞ്ഞതാണ്. അങ്ങനെയാണ് ഞാൻ ഫസ്റ്റ് 2013 ലാസ്റ്റ് ഗ്രേഡിന് എഴുതുന്നത്. പിന്നെ അത് കഴിഞ്ഞ് കുറേ വർഷം ഗ്യാപ്പ് ഉണ്ട് കേട്ടോ. 2 എക്സാം എഴുതിയതിന് ശേഷം കുട്ടികളൊക്കെ ആയി രണ്ടാമത്തെ ആളാവുമ്പോൾ നമ്മളവിടെ PSC അവിടെ വിട്ടിട്ട് പിന്നെ കുട്ടിയായി കഴിഞ്ഞതിന് ശേഷം പിന്നെ ഹയർ സെക്കൻഡറിയിൽ ജോയിൻ ചെയ്ത് ഗസ്റ്റായിട്ട് പോകാൻ തുടങ്ങി. അപ്പം ഒരു PSCന് എനിക്കിനി കിട്ടില്ല എന്നുള്ളൊരു ഇതുണ്ടായി. സമയമൊക്കെ കഴിഞ്ഞു, കാരണം കണ്ടൻ്റ് ഒന്നും അറിയാണ്ടായി, വീട്ടിൽ തന്നെ ഇരുന്നു. പിന്നെ എൻ്റെ ഫ്രണ്ട് കഴിഞ്ഞ HSST ജൂനിയറിൽ കയറി. അപ്പം അതോടുകൂടി എനിക്ക് വല്ലാത്തൊരു ഇത് ഉള്ളിൽ കയറി, കാരണം അവരൊക്കെ കയറി. പിന്നെ അപ്പോൾ അവൾ എന്നോട് പറയും, എനിക്ക് കിട്ടിയില്ലേ സവിത, പിന്നെയാണോ നിനക്ക് കിട്ടാണ്ടിരിക്കാന്ന് എന്നോട് ഇങ്ങനെ മോട്ടിവേറ്റ് ചെയ്ത് പറഞ്ഞു തരും. അങ്ങനെ കുറേ ആളുകളെ ഇൻഫ്ലുവൻസ് ഉണ്ട്. ഫസ്റ്റ് ടൈം എന്ന് പറയുന്ന അച്ഛൻ എന്നെ എന്ന് പറയാം. അച്ഛനാണ് ഒരു ജോലി കിട്ടണ്ടേ നിനക്ക് എന്നുള്ളത് ആദ്യം അച്ഛനാണ് ഇങ്ങനെ പറയുക. ഈ ടീച്ചിങ് ഫീൽഡിലേക്ക് വരാനുള്ള ഇൻസ്പിറേഷൻ? ടീച്ചിങ് എന്ന് പറഞ്ഞാൽ കുട്ടിയാവുമ്പോൾ മുതലേ എനിക്ക് ടീച്ചറാവാനാണ് ഇഷ്ടം. എന്തുകൊണ്ടാന്ന് വെച്ചാൽ ആദ്യം ചെറുതാവുന്ന മുതലേ ഭയങ്കര ഇഷ്ടമായിരുന്നു ടീച്ചറാവണമെന്ന്. പിന്നെ ഹൈസ്കൂളിലെത്തിയപ്പോഴും ഹിസ്റ്ററിനോട് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഹിസ്റ്ററി പഠിപ്പിക്കുന്ന ടീച്ചറും പിന്നെ അതുപോലെ തന്നെ ഒരു മാത്സിൻ്റെ ടീച്ചറുണ്ടായിരുന്നു, അവരെയും ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ ആ ടീച്ചിങ്ങിനോട് ചെറുപ്പം മുതലേ തുടങ്ങി. പിന്നെ ഹിസ്റ്ററീൻ്റെ ബുക്ക് ഹൈസ്കൂൾ മുതലുള്ള ബുക്കുകൾ ഞാൻ കളക്ട് ചെയ്ത് വെക്കും. അതെനിക്ക് കൂടുതൽ എന്തോ പ്രത്യേക ഒരു ഇതായിരുന്നു ഹിസ്റ്ററി പഠിക്കുക എന്ന് പറയുന്നത്. മിസ്സിന് റാങ്ക് ലിസ്റ്റ് വന്നപ്പോൾ ഈ ഒരു 22ാം റാങ്ക് ആണെന്ന് അറിഞ്ഞപ്പോൾ ഉള്ള ഒരു ഫീൽ എന്തായിരുന്നു? റാങ്ക് ലിസ്റ്റ് വന്നതെന്ന് പറഞ്ഞ ആ നിമിഷം എനിക്ക് നെറ്റ് കിട്ടാത്തൊരു സ്ഥലത്താണ് ഞാൻ ഇരിക്കുന്നത്. ഒരു മെസ്സേജ് എൻ്റെ ഫ്രണ്ട് ഉണ്ടായിരുന്നു, നമുക്ക് ഇവിടെ 5ാം റാങ്കുള്ള. അപ്പോൾ അവൾ എന്നെ വിളിച്ചു പറഞ്ഞു, സവിതേച്ചി റാങ്ക് ലിസ്റ്റ് വന്നിട്ടുണ്ട് കേട്ടോ എന്ന്. അപ്പം നെറ്റ് കിട്ടുന്നില്ല, പിന്നെ വീട്ടിലെത്തണം. അപ്പോൾ ആ തിരക്കിന് അപ്പം അത് കിട്ടിയെന്ന് അറിഞ്ഞ ഉടനെ എങ്ങനെയോ വീട്ടിലെത്തി റാങ്ക് ലിസ്റ്റ് നോക്കിയപ്പം ഭാഗ്യം എൻ്റെ നമ്പർ അതിൽ കണ്ടു. അപ്പം ഭയങ്കര സന്തോഷമായി. കാരണം വെറും 34 ആളുകൾ മാത്രമേ മെയിൻ ലിസ്റ്റിലുള്ളൂ. അതിൽ മെയിൻ ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ അന്ന് ഷോർട്ട് ലിസ്റ്റ് ആണല്ലോ വരിക. 34 ആളുകളിൽ മെയിൻ ലിസ്റ്റിലുള്ളതിൽ ഒന്ന് ഞാനുണ്ട് എന്നുള്ള ഒരു സമാധാനം, ഭയങ്കര ഹാപ്പിയായി ആ ഒരു നിമിഷം. കാരണം കുറച്ച് സമയം നെറ്റ് കിട്ടാത്തൊരു ഇതെന്ന് പറഞ്ഞാൽ ഭയങ്കര ടെൻഷനായിരുന്നു. അയ്യോ ഉണ്ടാവുമോ, മെസ്സേജ് എന്താണ് ആയിരിക്കും എന്നുള്ള ഒരു മെസ്സേജ് ഒന്നും വന്നതുപോലും ഞാൻ അറിഞ്ഞിട്ടില്ല നെറ്റ് കിട്ടാനായിട്ട്. ഇനി വീട്ടിലെത്തി നോക്കുമ്പോഴാണ് ഷോർട്ട് ലിസ്റ്റിൽ എൻ്റെ നമ്പറും ഉണ്ട്. എക്സാം എഴുതി കഴിഞ്ഞ ഒരു സമയത്ത് ഇങ്ങനെ ഒരു നല്ല റാങ്ക് പ്രതീക്ഷിച്ചിട്ടുണ്ടോ? എക്സാം എഴുതി കഴിഞ്ഞ സമയത്ത് റാങ്ക് ലിസ്റ്റിൽ ഉണ്ടാവും, എന്തായാലും ലിസ്റ്റിൽ ഉണ്ടാവും എന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. കാരണം എക്സാം കുറച്ച് ടഫായിരുന്നു. പിന്നെ ഒരുപാട് ഡിലീഷനും നെഗറ്റീവും ഒക്കെ വന്നപ്പം മാർക്ക് കുറച്ച് കുറഞ്ഞിട്ടുണ്ടാവും എന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നു. ഞാൻ നോക്കിയ മാർക്കിൽ നിന്ന് നല്ല വേരിയേഷനാണ് എനിക്ക് ലിസ്റ്റ് വന്നതിന് ശേഷം മാർക്ക് കാണുമ്പോൾ ഉണ്ടായിരുന്നത്. അപ്പോൾ അത് ഞാൻ പ്രതീക്ഷിച്ചില്ല, ഇത്ര മാർക്ക് എങ്ങനെ വന്നു എന്നുള്ളത്. പിന്നെ എൻ്റെ ഹസ്ബൻഡ് എന്നെ നല്ല സപ്പോർട്ട് ചെയ്തിരുന്നു. ആരൊക്കെ എക്സാമിന് ക്രിട്ടിസൈസ് ചെയ്യുമ്പോഴും എന്നോട് പറയും, അവരൊക്കെ പറഞ്ഞോട്ടെ, നീ എഴുതി അത് കിട്ടണം എന്നുള്ളൊരു, കാരണം ഒരു ജോലി ഞങ്ങൾക്ക് എന്തായാലും ഒരു ആവശ്യമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എന്നോട് പറയും, എക്സാം ആര് എന്ത് പറഞ്ഞാലും ഞാനൊന്നും പറയുന്നില്ലല്ലോ, എക്സാം നീ പഠിക്കാൻ പോകുന്നതിനും ഞാനൊന്നും പറയുന്നില്ലല്ലോ, അതുകൊണ്ട് എനിക്കതൊരു വിഷയമല്ല, എല്ലാ എക്സാം എഴുതണം,
അപ്പം വന്ന ഉടനെ ചോദിക്കുക എത്ര നെഗറ്റീവ് വരുത്തി എന്നാ ചോദിക്കുക. നെഗറ്റീവ് വരുത്തരുതെന്ന് പോകുമ്പോൾ എന്നോട് പറഞ്ഞുതരും, അറിയാത്ത കാര്യം എഴുതരുത്. ഇതുവരെയുള്ള PSC മൊത്തം കളഞ്ഞത് അങ്ങനെയാണ്. അതുകൊണ്ട് നെഗറ്റീവ് എന്തായാലും അറിയാത്തൊരു കാര്യം ഉണ്ടെങ്കിൽ അത് കുത്താൻ നിൽക്കരുത് എന്ന് പോകുമ്പേ ഇൻസ്ട്രക്ഷൻ തരും. മിസ് പറഞ്ഞു ഒരുപാട് നെഗറ്റീവ്സ് വന്നിട്ടുണ്ട് എന്ന്. അപ്പോൾ എപ്പോഴെങ്കിലും ഒരു മടുപ്പ് തോന്നിയിട്ടുണ്ടോ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ? മടുപ്പെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ എനിക്ക് മടുപ്പ് ഒരുപാട് പ്രാവശ്യം ഒരു സങ്കട രൂപത്തിലാണ് വരിക. കാരണം ഞാൻ ഇങ്ങനെ എന്താണെന്ന് പറയുക, എല്ലാവരും ഇങ്ങനെ പറയുമ്പോൾ നമുക്ക് കിട്ടുന്നില്ലല്ലോ, അപ്പോൾ ഇത് നിർത്തണോ? പക്ഷേ എനിക്ക് അപ്പോഴും നിർത്താൻ എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഞാൻ എപ്പോഴും വിചാരിക്കും ലാസ്റ്റ് PSC ആണ്, ഇനിയിപ്പോൾ HSC എനിക്ക് എഴുതാം. പക്ഷേ അത് ഞാൻ നേരത്തെ പറയായിരുന്നു, HSC എഴുതാൻ പറ്റുമെങ്കിലും എനിക്ക് പഠിച്ചിട്ട് അല്ലേ ലാസ്റ്റ് PSC HSST ആവണം എന്നുള്ളൊരു ആഗ്രഹം ഉള്ളിലുണ്ടായിരുന്നു. മടുപ്പ് ഒരുപാട് പ്രാവശ്യം തോന്നിയിട്ടുണ്ട്. പക്ഷെ അപ്പോഴൊന്നും എനിക്ക് പഠിപ്പ് നിർത്താൻ എനിക്ക് തോന്നൂല. കാരണം എനിക്ക് ജോലി ഒരു HSST ഇനി ഉണ്ട്, അപ്പോൾ അതിലെന്തായാലും എനിക്ക് നേടണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവിടെ സ്റ്റോപ്പ് ചെയ്യാൻ എനിക്ക് തോന്നിയിട്ടില്ല. ഇനി HSST എക്സാം എഴുതാനിരിക്കുന്ന ഒരുപാട് ഉദ്യോഗാർത്ഥികളുണ്ട്. അപ്പോൾ അവരുടെ അടുത്തൊക്കെ മിസ്സിന് എന്താണ് പറയാനുള്ളത്? അവരുടെ അടുത്ത് പറയാനുള്ളത്, നമ്മൾ എത്ര ഏജ്, ഞാൻ തന്നെ ഇപ്പം ഒരുപാട് ട്രൈ ചെയ്ത് ലാസ്റ്റ് ഒരു അറ്റംപ്റ്റിലാണ് എനിക്ക് കിട്ടുന്നത്. പക്ഷെ നമ്മൾ എത്ര ട്രൈ ചെയ്താലും നമുക്കൊരു ആഗ്രഹം ഉള്ളിലുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും നേടിയെടുക്കാൻ പറ്റും എന്നുള്ള കാര്യം ഉറപ്പാണ്. എൻ്റെ അവസ്ഥ വെച്ചിട്ട് തന്നെ എനിക്ക് പറയാനുള്ളത് അതാണ്. എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ വീട്ടിലുണ്ടെങ്കിലും നമുക്ക് ആ ഒരു ജോലി കിട്ടണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്കത് കിട്ടിയിരിക്കും. ജീവിതാനുഭവങ്ങളിലൂടെ ദൃഢനിശ്ചയത്തിലൂടെ നല്ലൊരു റാങ്ക് നേടിയിട്ടുള്ള മിസ്സാണ് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത്. ഇനിയുള്ള തുടർന്നുള്ള അധ്യാപന ജീവിതത്തിലും കുടുംബ ജീവിതത്തിലും നല്ല എക്സ്പീരിയൻസ് ഉണ്ടാവട്ടെ. എല്ലാ ആശംസകളും നേരുന്നു. താങ്ക് യു.